റവന്യൂ വകുപ്പിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രേഖകൾ സൂചിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പ് ഇതിൽ കുറ്റക്കാരല്ല എന്നാണോ പറയുന്നത്? ഈ ഇപ്പൊ പറയുന്ന രേഖ എന്ന് പറയുന്നത് HMT ഭൂമിയിൽ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട മിച്ചഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് ഭാഗം കേസ് നടത്തി ഗവൺമെന്റിന് അർഹതപ്പെട്ട ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. ഫയലിൽ എഴുതിയിട്ടുള്ളതാണ്. ആ ഫയലിൽ എഴുതിയതിനെ തുടർന്നാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റു വിഷയങ്ങളൊക്കെ അവിടുത്തെ തൊഴിലാളികളുടെ വ്യവസായ പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം ഇപ്പൊ ചീഫ് സെക്രട്ടറി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയും ഗവൺമെന്റ് സെക്രട്ടറിമാരും പരിശോധിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് ഇതിനകം അങ്ങനെ വരുമ്പോൾ മിനിസ്റ്റർ റവന്യൂ വകുപ്പിനെ മറികടന്ന് വ്യവസായ വകുപ്പിന് മേലിലാണ് ഇവിടെ പഴിചാരേണ്ടത് എന്ന് പറയാമോ? ഞങ്ങളതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒറ്റ കാര്യം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യണം, സ്റ്റേറ്റിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കണം, ഏത് നടപടികൾ സ്വീകരിക്കുന്നു നിയമവും ചട്ടങ്ങളും അനുസരിച്ച് വേണം. ആ ഒരു സ്റ്റാൻഡാണ് ഞങ്ങൾ ഏത് കാര്യത്തിലും എടുത്തിട്ടുള്ളത്. ഇവിടെ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മിനിസ്റ്റർ ഞങ്ങളോടൊപ്പം തന്നെ തുടരുക. ഞങ്ങളുടെ പ്രതിനിധി SR സഞ്ജീവ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സഞ്ജീവിലേക്ക്. ശ്രീ KP രാജേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയം അവശേഷിക്കുന്നത്, അതായത് താങ്കൾ ഫയലിൽ വളരെ കൃത്യമായി തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് മിച്ചഭൂമി പ്രകാരം ഈ HMT ലാൻഡ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നും ഇത് സർക്കാരിലേക്ക് വരേണ്ട ഭൂമി സർക്കാരിലേക്കും കമ്പനിക്ക് വ്യാവസായിക ആവശ്യത്തിന് നൽകേണ്ട ഭൂമി വേർതിരിച്ച് മനസ്സിലാക്കി വിലയിരുത്തി കൊടുക്കണം എന്നുള്ളതുമാണ് വ്യക്തമായും ഫയലിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നീട് 6 മാസത്തിന് ശേഷം ചേർന്ന തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന്റെയും പ്രതിനിധി പങ്കെടുത്ത യോഗത്തിൽ എന്തുകൊണ്ട് ഈ പോക്കുവരവ് നടത്തണം അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്തു കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് താങ്കളും ആ തീരുമാനത്തെ അനുകൂലിച്ചു? എന്റെ അടുത്ത് കിട്ടിയ ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻ സംഘടനകള് HMTയിലുള്ള മുഴുവൻ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇത് സംബന്ധിച്ചൊരു പരാതി ഗവൺമെന്റ് നൽകിയപ്പോ ആ പരാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യുന്ന ഒരു കോൺഫറൻസ് വ്യവസായ മന്ത്രി വിളിച്ചു കൂട്ടിയപ്പോ തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്തു എന്നത് ശരി തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതനുസരിച്ച് ഗവൺമെന്റിന്റെ ഭൂമി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് 2000 ഇറങ്ങിയ ഗവൺമെന്റ് ഉത്തരവായാലും അതിനു മുൻപ് പല സന്ദർഭങ്ങളിൽ ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവുകളൊക്കെ ഇതിന്റെ ബന്ധപ്പെട്ട രേഖകളാണ്. അതുകൊണ്ടാണ് ഞങ്ങളതെല്ലാം ചീഫ് സെക്രട്ടറിയും അല്ലാതെ അത് ഇതിനൊക്കെ മറികടക്കാനല്ല, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഗവൺമെന്റിന്റെ 6 സെക്രട്ടറിമാർ ഈ രേഖകളെല്ലാം 63 മുതലുള്ള എല്ലാ രേഖകളും പരിശോധിച്ച് വിവിധ സന്ദർഭങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഉത്തരവുകളെല്ലാം പരിശോധിച്ച് ഇതിന് ഗവൺമെന്റ് ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെ വളരെ ശക്തമായ ചില നിലപാടുകൾ എടുക്കണം എന്നൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. ആ പരിശോധന കൂടി വരട്ടെ. ഇതിൽ ഞാൻ വ്യക്തമായി എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പറയുന്നത് 100% അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞത് 100% അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൽ ഈ പ്രത്യേക മീറ്റിംഗ് നടക്കുമ്പോൾ പോക്കുവരവ് സംബന്ധിച്ചുള്ള നിയമപ്രശ്നത്തെക്കുറിച്ച് താങ്കൾക്ക് അറിയാമായിരുന്നോ? അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കാതിരുന്നിട്ടില്ല. ഇത് ലോ സെക്രട്ടറി ആയാലും ലോ ഡിപ്പാർട്ട്മെന്റിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ, കോടതിയിൽ നിന്ന് വന്ന ചില ഉത്തരവുകൾ ഇതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾ അന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ HMT ഭൂമി വിൽപ്പന നടത്തിയത് ഏതാണ്ട് 17 സന്ദർഭങ്ങളിലായി HMTയുടെ ഭൂമി വിൽപ്പനയും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഇത് 17ാമത്തെ ആയിരിക്കും, അതോ 16ാമത്തെ മറ്റോ ആണ്. ഇത് HMT വർഷങ്ങളായിട്ട് അവിടെ നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം, ഒരു സ്വകാര്യ സ്ഥാപനമല്ലല്ലോ. ഒരു സെൻട്രൽ പബ്ലിക് സെക്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധികാരികളുമായി ഗവൺമെന്റ് സംസാരിക്കുമ്പോൾ ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തുന്നത് ആവശ്യമാണ്. ആ രീതിയിൽ ആ ചർച്ചകൾ ഞങ്ങൾ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ വിഷയം ഗവൺമെന്റിന്റെ ലാൻഡ് HMT അല്ലെങ്കിൽ ഏത് പബ്ലിക് സെക്ടർ ആയാലും, HMT ആയാലും FICT ആയാലും നാളെ കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥയുള്ള പബ്ലിക് സെക്ടർ ആയാലും ഗവൺമെന്റ് ഏത് ആവശ്യത്തിന് വിനിയോഗിക്കാൻ ഭൂമി കൊടുക്കുന്നു ആ ആവശ്യങ്ങൾക്ക് അത് വിനിയോഗിക്കണം എന്ന് ഉറപ്പുവരുത്തുകയും ഭൂമി വിനിയോഗിക്കാതെ മറ്റു രീതിയിലുള്ള ഭൂവിനിയോഗം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് കർശനമായി തടയുക എന്നൊരു സമീപനം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം സ്റ്റെപ്സ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം നല്ല പരിശോധന. ചീഫ് സെക്രട്ടറി, സെക്രട്ടറിമാർ 5-6 സെക്രട്ടറിമാർ രാജേന്ദ്രൻ അത് മുഴുവൻ അംഗീകരിക്കുന്നു. അതേസമയം
ഇതിൽ നടപടി കുറിപ്പായി എഴുതിയിരിക്കുന്നത് മേൽ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന് HMT നൽകിയ ഭൂമിയുടെ പോക്കുവരവ് ചെയ്തു നൽകുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം ഉടനടി നീക്കാനും യോഗം തീരുമാനിച്ചു എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. അതാണ് സംശയം അവശേഷിപ്പിക്കുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫയലുകളൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായൊരു തീരുമാനം ചൊവ്വാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ എടുക്കാൻ കഴിയും. അത് മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഞങ്ങൾ മന്ത്രിസഭയിൽ ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോ ഉള്ള തീരുമാനം അനുസരിച്ച് എറണാകുളം ജില്ലാ കളക്ടർ തന്നെ ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് എറണാകുളം ജില്ലാ കളക്ടറും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും എഴുതി തന്നതിന് ശേഷം ഈ ഭൂമി കൈമാറ്റം റദ്ദാക്കാനുള്ള നടപടി, അല്ലെങ്കിൽ പിന്നീട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങാൻ, അല്ലെങ്കിൽ കളക്ടർ തന്നെ അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയത് എങ്ങനെയാണ്? ഈ നടപടിയെക്കുറിച്ച് താങ്കൾ അജ്ഞനായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, HMT ആയാലും ഇതുപോലെ ഭൂമിയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അതിൽ സൂക്ഷ്മമായ പരിശോധന ആവശ്യമുള്ളിടത്ത് പരിശോധിക്കണം. ആ പരിശോധിച്ച് റെക്ടിഫൈ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തേണ്ടല്ലാതെ ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒന്നും മറച്ചുവെക്കാനുള്ളതല്ല. ഇതൊക്കെ വ്യക്തമായ രേഖകളും ഉത്തരവുകളും, അത് 63 തൊട്ടുള്ള ഗവൺമെന്റുകളുടെ കാലത്ത് നടന്ന ഒട്ടേറെ ഉത്തരവുകൾ ഗവൺമെന്റിന്റെ ഉണ്ട്, ജിയോസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവുകളുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു വളരെ വിശദമായ, അതുകൊണ്ടല്ലേ ഏറ്റവും സീനിയറായുള്ള സെക്രട്ടറീസ്, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അത് പരിശോധിച്ച് ആ പരിശോധനയുടെ റിപ്പോർട്ട് മന്ത്രിസഭയിൽ ഒരാഴ്ചക്കുള്ളിൽ വെക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്, അല്ല നീട്ടിക്കൊണ്ടുപോകാനല്ല. ആ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ച് ആവശ്യമായ റവന്യൂ നിലപാട് എന്താണ്? ഈ പോക്കുവരവ് ഉടൻ റദ്ദാക്കേണ്ടതാണോ? റദ്ദാക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ റദ്ദാക്കണമല്ലോ. അത് നടപടികൾ പരിശോധിച്ച് ചീഫ് സെക്രട്ടറിമാരും പരിശോധിച്ച് ഇതിന്റെ എല്ലാ രേഖകളും സൂക്ഷ്മമായി നോക്കി, അതിന്റെ നിയമവശങ്ങളും നോക്കി അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് മന്ത്രിസഭ തീരുമാനിക്കും തീർച്ചയായിട്ടും.